എല്ലാവർക്കും നമസ്കാരം. പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. എന്നത്തെയും പോലെ ഒരു അഭ്യർത്ഥനയാണ്. ഈ വീഡിയോ നിങ്ങൾ കാണുകയാണെങ്കിൽ ലൈക്ക് ചെയ്യാൻ മറക്കരുത്. സബ്സ്ക്രൈബ് ചെയ്യാത്തവരാണെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യുക. നിങ്ങളുടെ വിലയേറിയ നിർദ്ദേശങ്ങളും അഭിപ്രായങ്ങളുമൊക്കെ കമൻറ്റുകളായിട്ട് നൽകുക. ഇന്നത്തെ വീഡിയോയിൽ നമ്മൾ പഠിക്കാൻ പോകുന്നത് ഗ്രഹങ്ങളുടെ അംഗവിഭാഗങ്ങളെ പറ്റിയാണ്. കഴിഞ്ഞ വീഡിയോയിൽ നമ്മൾ കാലപുരുഷൻ്റെ അവയവങ്ങൾ രാശികളൊക്കെ ആയിട്ട് ബന്ധപ്പെടുത്തിയിട്ട് കാര്യങ്ങൾ പഠിച്ചു. ഈ വീഡിയോയിൽ നമ്മൾ ഗ്രഹങ്ങളെക്കുറിച്ചും ഏതൊക്കെ അവയവങ്ങളെ പറ്റി ചിന്തിക്കാമെന്ന് പ്രധാനമായിട്ടും പഠിക്കാം. ആദ്യമായിട്ട് സൂര്യനെ പറ്റി നമ്മൾക്ക് ചിന്തിക്കാം. സൂര്യൻ എന്ന് പറയുന്നത് പ്രധാനമായിട്ടും ഹൃദയവുമായിട്ട് ബന്ധപ്പെട്ട ഒരു ഗ്രഹമാണ്. അതായത് അവയവങ്ങളെ ചിന്തിക്കുമ്പോൾ സൂര്യനെ കൊണ്ട് നമ്മൾ ഹൃദയത്തെയാണ് ഏറ്റവും പ്രാധാന്യത്തോടു കൂടി ചിന്തിക്കേണ്ടത്. കാരണം എന്തെന്ന് വെച്ചാൽ നവഗ്രഹങ്ങളുടെ നാഥൻ സൂര്യനായതുപോലെ തന്നെ നമ്മുടെ ഒരു മനുഷ്യ ശരീരത്തിൻ്റെ ആ ഒരു ചേതന അല്ലെങ്കിൽ ജീവ തേജസ് എന്ന് പറയുന്ന അടിസ്ഥാനപരമായി ഹൃദയത്തെയും അതിൻ്റെ മിടിപ്പിനെയും അടിസ്ഥാനപ്പെടുത്തിയിട്ടാണ് നിലകൊള്ളുന്നത്. ഒരാൾ മരണപ്പെട്ടുവോ എന്ന് പരിശോധിക്കുന്നത് പോലും അടിസ്ഥാനപരമായിട്ട് ഹൃദയത്തിൻ്റെ പ്രവർത്തനം നിലച്ചുവോ എന്നതിനെ അടിസ്ഥാനമാക്കിയാണ്. അതുകൊണ്ട് ഹൃദയത്തിൻ്റെ പ്രാധാന്യം നമ്മൾക്കറിയാം. ജീവൻ നിലനിർത്തുന്നതിൽ ഏറ്റവും അടിസ്ഥാനപരമായിട്ടുള്ള അവയവമായതുകൊണ്ട് അത് സൂര്യനെ വെച്ചുകൊണ്ട് തന്നെയാണ് നമ്മൾ ചിന്തിക്കാറ്. അപ്പോൾ ഹൃദയത്തിൻ്റെ ചില ഒരു ആസ്പെക്റ്റുകൾ ചിലപ്പോൾ ചന്ദ്രനെ കൊണ്ടും ചിന്തിക്കാറുണ്ട്. എന്നിരുന്നാലും ഹൃദയം എന്ന് പെട്ടെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അത് സൂര്യൻ തന്നെയാണ് എന്ന് പറയാം. അതുകൂടാതെ കണ്ണുകൾ, സൂര്യൻ പ്രകാശം ദാനം ചെയ്യുന്നവനാണ്, ദിവാകരൻ എന്നൊക്കെ വിളിക്കും. ദിനത്തെ ദാനം ചെയ്യുന്ന ആളായതുകൊണ്ട് കണ്ണിൻ്റെ അല്ലെങ്കിൽ കണ്ണ് എന്ന് പറഞ്ഞാൽ അതിൻ്റെ കാഴ്ച ശക്തിയെ പ്രധാനമായിട്ടും സൂര്യനെ കൊണ്ട് ചിന്തിക്കും. അപ്പോൾ സൂര്യനെ കൊണ്ട് ഹൃദയം, കണ്ണ്, അതിൻ്റെ കാഴ്ച ശക്തി, പിന്നെ നട്ടെല്ല്. നമ്മൾ ഒരു വ്യക്തി നിവർന്ന് നിൽക്കുക അല്ലെങ്കിൽ നല്ല അഭിമാനത്തോടു കൂടി നിവർന്ന് നിൽക്കുക എന്നത് അവൻ്റെ നട്ടെല്ലിൻ്റെ ബലത്തെ ആശ്രയിച്ചിരിക്കുന്നു എന്ന് പറയും. അത് പ്രധാനമായിട്ടും നട്ടെല്ലിനെ സൂര്യനെ കൊണ്ട് നമ്മൾ ചിന്തിക്കാറുണ്ട്. അസ്ഥികാരകത്വവും നമ്മൾ ഈ പറയുന്ന തത്വങ്ങളിലെ സപ്തധാതുക്കളുടെ തത്വങ്ങൾ നമ്മൾ പറയുമ്പോൾ അസ്ഥികാരകത്വവും സൂര്യനാണ് കൊടുത്തിട്ടുള്ളത്. എങ്കിലും നമ്മൾ നട്ടെല്ലിനെ അവയവം എന്നുള്ള രീതിയിൽ എടുത്തു കഴിഞ്ഞാൽ പ്രധാനമായിട്ടും നട്ടെല്ലിനെയും സൂര്യനെ കൊണ്ട് ചിന്തിക്കും. അപ്പോൾ ഇത്രയും കാര്യങ്ങൾ നമ്മൾ പഠിച്ചു. സൂര്യനെ കൊണ്ട് ചിന്തിക്കുന്നത് പ്രധാനമായിട്ടും ഹൃദയവും കണ്ണും അതിൻ്റെ കാഴ്ചശക്തിയും നട്ടെല്ല്. ഇത്രയും കാര്യങ്ങൾ പ്രധാനമായിട്ടും സൂര്യനെ കൊണ്ട് ചിന്തിക്കാം. ഇനി അടുത്തതായിട്ട് ചന്ദ്രനെ കുറിച്ചാണ് നമ്മൾ പഠിക്കുന്നത്. ചന്ദ്രൻ നമ്മൾക്കറിയാം ജലകാരകത്വം ഉള്ള ഒരു ഗ്രഹമാണ്. അതുകൊണ്ട് ശരീരത്തിലെ ജലതത്വത്തെ പ്രധാനമായിട്ടും കൺട്രോൾ ചെയ്യുന്നത് അല്ലെങ്കിൽ ചിന്തിക്കുന്നത് ചന്ദ്രനെ വെച്ച് തന്നെയാണ്. അതിൽ പ്രധാനമായിട്ടും മാതൃതത്വം കൂടി ചന്ദ്രനിൽ ഉൾപ്പെട്ടതുകൊണ്ട് അതുമായി ബന്ധപ്പെട്ട അവയവങ്ങൾ നമ്മൾ ഏറ്റവും കൂടുതൽ ചിന്തിക്കും. അത് സ്ത്രീകളാണെങ്കിൽ ഗർഭാശയം, ഗർഭപാത്രവും നമ്മൾ തീർച്ചയായിട്ടും ചന്ദ്രനെ കൊണ്ട് തന്നെയാണ് ചിന്തിക്കാറ്. അതുപോലെ തന്നെ മാതൃത്വത്തിൻ്റെ പ്രതീകങ്ങളായിട്ടുള്ള സ്തനങ്ങൾ, അതും നമ്മൾ ചന്ദ്രനെ കൊണ്ട് തന്നെയാണ് ചിന്തിക്കുക. അപ്പോൾ സ്തനങ്ങളും ഗർഭാശയം, ഗർഭപാത്രം സ്ത്രീകളിൽ അവയെ നമ്മൾ ചന്ദ്രനെ കൊണ്ട് ചിന്തിക്കും. പുരുഷനെ ആ സ്ഥാനങ്ങൾ ചിന്തിക്കാറുണ്ട്. ഇവിടെ പ്രത്യേകിച്ചും ജലതത്വം വളരെ കൂടുതലുള്ളത് നമ്മുടെ വസ്തിപ്രദേശമായതിനാൽ കിഡ്നി, ബ്ലഡിൽ നിന്നും മൂത്രത്തെ അരിച്ചു മാറ്റി മൂത്രാശയമൊക്കെ അവിടെ ഉള്ളത് കൊണ്ട് മൂത്രാശയവും നമ്മൾ പ്രധാനമായിട്ടും ഈ പറയുന്ന ചന്ദ്രനെ കൊണ്ട് ചിന്തിക്കാം. ജലതത്വം പൊതുവിലായിട്ട് രക്തവും നമ്മൾ ചിന്തിക്കാറുണ്ട്. കാരണം അതിലും ജലം തന്നെയാണ് കൂടുതലായിട്ട് ഉള്ളത്. പക്ഷേ അതിൽ ചൊവ്വയുടെ ആസ്പെക്റ്റും കൂടി വരുന്നുണ്ട്. ഹീമോഗ്ലോബിൻ അങ്ങനെയുള്ള ചുവന്ന ആ കളർ എന്ന് പറയുന്നത് ചൊവ്വയുമായിട്ട് ബന്ധപ്പെടുത്തിക്കൊണ്ട്. പക്ഷേ എന്നിരുന്നാലും കൂടുതലായിട്ടും നമ്മൾ രക്തത്തിൻ്റെ ആ ദ്രാവക സ്വഭാവം എന്നുള്ളത് കൊണ്ട് നമ്മൾ കൂടുതലായിട്ടും ചന്ദ്രനെ കൊണ്ട് തന്നെ ചിന്തിക്കാം. അതുപോലെ തന്നെ സ്ത്രീകൾ സ്തനങ്ങൾ, ഗർഭാശയം, ഗർഭപാത്രം എന്നിവയും നമ്മൾ തീർച്ചയായിട്ടും ചന്ദ്രനെ കൊണ്ട് ചിന്തിക്കും. പിന്നെ മസ്തിഷ്കം മനസ്സിൻ്റെ ഉറവിടമായതുകൊണ്ട് തീർച്ചയായിട്ടും മസ്തിഷ്കവും നമ്മൾ ചന്ദ്രനെ കൊണ്ട് തന്നെ ചിന്തിക്കാവുന്നതാണ്. അതിൻ്റെ പല ആസ്പെക്റ്റുകളുണ്ട്. എങ്കിലും ആ ഒരു ആസ്പെക്റ്റ് മനസ്സിൻ്റെ ഇരിപ്പിടം ആയിട്ട് നമ്മൾക്ക് ഫീൽ ചെയ്യുന്നത് പലപ്പോഴും മസ്തിഷ്കത്തിലെ ആണ് എന്നുള്ളത് കൊണ്ട് അതിനെ നമ്മൾക്ക് ചന്ദ്രനെ കൊണ്ട് ചിന്തിക്കാം. അപ്പോൾ മസ്തിഷ്കം, ശരീരത്തിലെ ജലതത്വങ്ങൾ, പ്രത്യേകിച്ച് മൂത്രാശയം, ഗർഭാശയം, ഗർഭപാത്രം, അതുപോലെ തന്നെ മാതൃത്വത്തിൻ്റെ പ്രതീകമായിട്ടുള്ള സ്തനങ്ങൾ, അതുകൂടാതെ പുരുഷനാസ്ഥാനത്തുള്ള നെഞ്ച്, ശരീരത്തിലെ പൊതുവെ ഗ്രന്ഥികൾ, ഹോർമോൺ വ്യവസ്ഥ, ഇവയൊക്കെ നമ്മൾ ചന്ദ്രനെ കൊണ്ട് പ്രധാനമായിട്ടും ചിന്തിക്കും. അതെന്തുകൊണ്ടാണ് എന്ന് ഞാൻ പറഞ്ഞു. ജലതത്വവുമായിട്ട് ചന്ദ്രൻ ബന്ധമുള്ളതാണ്. ജലകാരകനാണ് ചന്ദ്രൻ എന്നുള്ളത് കൊണ്ടാണ്. ഇനി നമ്മൾക്ക് ചൊവ്വയെക്കുറിച്ച് പഠിക്കാം. ചൊവ്വ മേടം രാശിയുടെ ആധിപത്യമുള്ളതുകൊണ്ട് ചൊവ്വയെ കൊണ്ട് നമ്മൾ ഹെഡ് ചിന്തിക്കാറുണ്ട്, അല്ലെങ്കിൽ തല നമ്മൾ ചിന്തിക്കാറുണ്ട്.
അതുപോലെ തന്നെ രക്തം, അതിലെ ഹീമോഗ്ലോബിൻ ചുവന്ന നിറമാണ്. ചുവന്ന നിറത്തിൻ്റെ കാരകത്വവും ചൊവ്വയ്ക്കുള്ളത് കൊണ്ട് രക്തത്തെ, അതിൻ്റെ ഹീമോഗ്ലോബിൻ്റെ പുഷ്ടിയെയുമൊക്കെ നമ്മൾ പ്രധാനമായിട്ടും ചൊവ്വയെ കൊണ്ട് ചിന്തിക്കാം. അതുകൂടാതെ ചൊവ്വ രക്തത്തിൽ നിന്നും മാലിന്യം അരിച്ചു മാറ്റുന്ന കിഡ്നിയാണല്ലോ. അപ്പോൾ കിഡ്നി മൂത്രം ഉണ്ടാക്കി അത് മൂത്രാശയത്തിലേക്ക് സ്റ്റോർ ചെയ്യുന്നുണ്ട്. അതുകൊണ്ട് തന്നെ ചില ആചാര്യന്മാർ മൂത്രാശയത്തെയും നമ്മൾക്ക് ചൊവ്വ കൊണ്ട് ചിന്തിക്കാമെന്ന് പറയാറുണ്ട്. അത് രക്തവുമായിട്ട് ചില ബന്ധങ്ങൾ ഉള്ളതുകൊണ്ടാണ്. മൂത്രാശയത്തെ നമ്മൾക്ക് കിഡ്നിയുമൊക്കെ ചന്ദ്രനുമായിട്ടും ബന്ധപ്പെടുത്താം. കാരണം ആ ഒരു ദ്രാവക സ്വഭാവമായിട്ട് വളരെയധികം ബന്ധം ഉള്ളതുകൊണ്ട് അതുമായിട്ടും ബന്ധപ്പെടുത്താവുന്നതാണ്. എങ്കിലും കൂടുതൽ നമ്മൾ ചൊവ്വയുമായിട്ടാണ് ബന്ധപ്പെടുത്തിയിട്ട് കാണുന്നത്. പിന്നെ രക്തം ഉൽപ്പാദിപ്പിക്കുന്ന സ്ഥാനമായിട്ടുള്ള മജ്ജ, അതുപോലെ മസിൽ, സ്ട്രെങ്ത്തിൻ്റെ പ്രതീകം ആണല്ലോ. ചൊവ്വ എന്ന് പറയുന്ന ശക്തിയാണ്. ഒരാൾക്ക് ശക്തി പ്രയോഗിക്കാനുള്ള കഴിവൊക്കെ മസിലിൻ്റെ പവറിനെയൊക്കെ ആശ്രയിച്ചിട്ട് ഉള്ളതാണ് എന്നറിയാം. അതുകൊണ്ട് തന്നെ മജ്ജയെയും അതുപോലെ തന്നെ മസിൽ, പേശികൾ എന്ന് നമ്മൾ മലയാളത്തിൽ പറയും, മാംസപേശികൾ, ഇത് നമ്മൾ ചൊവ്വയെ കൊണ്ടാണ് ചിന്തിക്കാറ്. അപ്പോൾ മൂത്രാശയം, മജ്ജ, മസിൽ, അതുപോലെ തന്നെ രക്തം, ഇവയൊക്കെ, ശിരസ്, തല, ഇതൊക്കെ നമ്മൾ ചിന്തിക്കുന്നത് ചൊവ്വയെ കൊണ്ടാണ്. ചൊവ്വയെ കൊണ്ട് ഇവയൊക്കെ ചിന്തിക്കാമെന്ന് സാരം. ഇനി അടുത്തതായിട്ട് നമ്മൾ ബുധനെക്കുറിച്ചാണ് പറയുന്നത്. ബുധൻ ഒരു ബുധൻ്റെ 2 രാശികൾ നമ്മൾ നോക്കിക്കഴിഞ്ഞാൽ ഉഭയരാശികളുടെ ആധിപത്യമാണ് ബുധനുള്ളത്. അതുകൂടാതെ തന്നെ പല കാര്യങ്ങളിലും ഒരു ദ്വന്ദ്വ സ്വഭാവം കാണിക്കുന്ന ഒരു ഗ്രഹമാണ് ബുധൻ. ശ്വാസകോശം പ്രധാനമായിട്ടും ബുധനെ കൊണ്ട് ചിന്തിക്കാറുണ്ട്. അപ്പോൾ അതിന് കാരണമായിട്ട് എനിക്ക് മനസ്സിലായിട്ടുള്ളത്, നമ്മൾക്ക് ശ്വാസം വോളണ്ടറി ആയിട്ടും അൺവോളണ്ടറി ആയിട്ടും റൺ ചെയ്യാൻ പറ്റും. അതായത് നമ്മൾക്ക് നിയന്ത്രിക്കണമെങ്കിൽ നിയന്ത്രിക്കാം, പക്ഷേ നമ്മളുടെ നിയന്ത്രണമില്ലാതെയും അതെന്ത് ചെയ്യും, നടക്കും. അങ്ങനെയുള്ള അവയവങ്ങൾ, അങ്ങനെയുള്ള പ്രവർത്തനങ്ങളൊക്കെ നമ്മൾക്ക് കൂടുതലും ബുധനെ കൊണ്ട് ചിന്തിക്കാം. നമ്മൾക്ക് നിയന്ത്രിക്കാൻ പറ്റും കോൺഷ്യസ് ആണെങ്കിൽ. അല്ലെങ്കിൽ നമ്മളെ നിയന്ത്രണമില്ലെങ്കിലും അത് അതിൻ്റേതായ രീതിയിൽ നടക്കുന്ന പ്രധാനപ്പെട്ട ഒരു അവയവം എന്ന് പറയുന്നത് ഈ പറയുന്ന ശ്വാസകോശമാണ്. ശ്വാസകോശത്തെ നമ്മൾ പ്രധാനമായിട്ടും ബുധനെ കൊണ്ട് തന്നെയാണ് ചിന്തിക്കാറ്. അതുപോലെ തന്നെ നമ്മൾ നാഡികൾ, അതുപോലെ തന്നെ ഭൂമികാരകത്വം ബുധനുള്ളത് കൊണ്ട് ഭൂമി തത്വവുമായിട്ട് ബന്ധപ്പെട്ട നമ്മുടെ ശരീരത്തിലെ അവയവം എന്ന് പറയുന്നത് ത്വക്കാണ്, തൊലി. അപ്പോൾ തൊലി, അതുപോലെ തന്നെ നാഡികൾ, ചിന്തകളുടെ ആധിപത്യവും ബുധനാണ് ഉള്ളത്. അതുകൊണ്ട് ആ ചിന്തകൾ നമ്മുടെ ശരീരത്തിലേക്ക് പ്രവഹിക്കുന്ന ഒരു മീഡിയമായിട്ട് നാഡികൾ ഉള്ളതുകൊണ്ട് നാഡികളുടെ ആധിപത്യവും ബുധന് തന്നെയാണ് കൊടുത്തിരിക്കുന്നത്. അപ്പോൾ ബുധനെ കൊണ്ട് ചിന്തിക്കുന്നത് നാഡികൾ, ത്വക്ക്, അതുപോലെ തന്നെ ശ്വാസകോശം. പിന്നെ വാക്കിൻ്റെ കാരകത്വം നമ്മൾക്ക് ബുധൻ ഉള്ളതുകൊണ്ട് നാവിനെയും നമ്മൾ ബുധനെ കൊണ്ട് തന്നെയാണ് ചിന്തിക്കാറ്. അപ്പോൾ ഈ 3-4 അവയവങ്ങളുടെ ചിന്ത നമ്മൾ പ്രധാനമായിട്ടും ബുധനാണ് ആധിപത്യം, ബുധനാണ് കൊടുത്തിരിക്കുന്നത്. അപ്പോൾ ഇങ്ങനെയുള്ള അവയവങ്ങൾക്ക് തകരാറുകൾ ഉണ്ടെങ്കിൽ അവരുടെ ജാതകത്തിൽ ബുധന് കാര്യമായ പ്രയാസങ്ങൾ ഉള്ളതുകൊണ്ടായിരിക്കും എന്ന് വേണമെങ്കിൽ പറയാം. തിരിച്ച് അങ്ങനെയുള്ളൊരു ജാതകം നമ്മളെ ശ്രദ്ധയിൽപ്പെട്ടാൽ ഇങ്ങനെയുള്ള അവയവങ്ങൾക്കൊക്കെ ദോഷങ്ങൾ പറയാവുന്നതാണ്. അതിൽ മറ്റു കാര്യങ്ങൾ കൂടി പരിശോധിക്കേണ്ടതുണ്ട്, എങ്കിലും സാമാന്യമായിട്ട് പറഞ്ഞതാണ്. ബുധനെ കൊണ്ട് ചിന്തിക്കേണ്ട അവയവങ്ങൾ ഇത്രയൊക്കെയാണ് എന്നാണ് ഇപ്പോൾ നമ്മൾ പഠിച്ചത്. ഇനി നമ്മൾക്ക് വ്യാഴത്തെക്കുറിച്ച് പഠിക്കാം. വ്യാഴം എന്ന് പറയുന്നത് ആകാശതത്വവുമായിട്ട് ബന്ധപ്പെട്ട ഒരു ഗ്രഹമാണ്. അതുകൊണ്ട് തന്നെ ശബ്ദമാണ് ആകാശ തത്വത്തിൻ്റെ സൂക്ഷ്മരൂപം അല്ലെങ്കിൽ തന്മാത്ര എന്ന് പറയുന്നത്. അപ്പോൾ ശബ്ദം ആയിട്ട് ബന്ധപ്പെട്ട നമ്മുടെ അവയവം എന്ന് പറയുന്നത് ചെവിയാണ്. അപ്പോൾ ചെവിയെ നമ്മൾ ചിന്തിക്കുന്നത്, അതിൻ്റെ കേൾവി ശക്തിയെ നമ്മൾ പ്രധാനമായിട്ടും ചിന്തിക്കുന്നത് വ്യാഴത്തെ കൊണ്ടാണ്. അതുപോലെ തന്നെ കരളിനെ നമ്മൾ വ്യാഴം കൊണ്ട് ചിന്തിക്കും. ആകാശതത്വവും കരളും തമ്മിൽ എന്തെങ്കിലും ബന്ധമുണ്ടോ എന്ന് ചോദിച്ചാൽ ഞാൻ മനസ്സിലാക്കിയത്, നമ്മൾ കഴിക്കുന്ന ഭക്ഷണത്തിലെ അതിൻ്റെ വിഷാംശങ്ങൾ എന്തെങ്കിലും ഉണ്ടെങ്കിൽ പ്രധാനമായിട്ടും അത് ഉൾക്കൊണ്ട് നീക്കം ചെയ്യുന്നത് കരളാണ് എന്നുള്ളതാണ്. അപ്പോൾ പലതിനെയും ഉൾക്കൊള്ളാനുള്ള ഒരു ശേഷിയെ നമ്മൾ കരളുമായിട്ട് ബന്ധപ്പെടുത്തുകയാണെങ്കിൽ അത് തീർച്ചയായിട്ടും വ്യാഴത്തെ കൊണ്ടും നമ്മൾക്ക് ചിന്തിക്കാം. കാരണം വ്യാഴം പലതിനെയും ഉൾക്കൊള്ളുന്ന ഒരു ഗ്രഹമാണ്, വികാസം കൊടുക്കുന്ന ഒരു ഗ്രഹമാണ്, എല്ലാറ്റിനെയും ഉൾക്കൊണ്ട്. അപ്പോൾ ശബ്ദം എന്ന് പറയുന്ന തത്വം മറ്റുള്ള പഞ്ചഭൂത തത്വങ്ങൾ എടുത്തു കഴിഞ്ഞാൽ എല്ലാത്തിലും ഉൾപ്പെട്ടിട്ടുമുണ്ട് എന്ന് നമ്മൾക്കറിയാം. അതുകൊണ്ട് കരളിനെ വ്യാഴവുമായിട്ട് ബന്ധപ്പെടുത്തിയിട്ട് ചിന്തിക്കാം എന്ന് പറയാറുണ്ട്. അതുകൂടാതെ ശരീരത്തിലെ കൊഴുപ്പ്, വ്യാഴത്തിൻ്റെ സ്വരൂപം നമ്മൾ പഠിക്കണമത്രേ, എങ്കിലും ചെറിയ രീതിയിൽ പറയുകയാണ്. ഒരു തടിച്ച് വലിയൊരു ആകാര ഭംഗിയുള്ള ഒരു സ്വരൂപമാണ്. അപ്പോൾ ആ തടി എന്ന് പറയുന്നത് കൊഴുപ്പിൻ്റെ ആധിക്യം മൂലം ഉണ്ടാകുന്നത് കൊണ്ട് തീർച്ചയായിട്ടും കൊഴുപ്പിനെയും നമ്മൾ ഈ പറയുന്ന ഫാറ്റ് എന്ന് വേണമെങ്കിൽ പറയാം. ആ ഫാറ്റ്, ശരീരത്തിലെ ഫാറ്റിനെയും നമ്മൾ വ്യാഴം കൊണ്ട് ചിന്തിക്കും.
അതും മനസ്സിലാക്കിയിരിക്കുക. അപ്പോൾ ചെവി, അതിൻ്റെ കേൾവിശക്തി, കൂടാതെ കരൾ എന്നിവയാണ് പ്രധാനമായിട്ടും, അതുപോലെ ശരീരത്തിലെ കൊഴുപ്പ്, ഫാറ്റ്, അതാണ് നമ്മൾ പ്രധാനമായിട്ടും വ്യാഴത്തെ കൊണ്ട് ചിന്തിക്കുന്നത് എന്ന് മനസ്സിലാക്കുക. ഇനി അടുത്തത് ശുക്രനെ കൊണ്ട് എന്തൊക്കെ ചിന്തിക്കാമെന്ന് നമുക്ക് നോക്കാം. ശുക്രനെ കൊണ്ട് പ്രധാനമായിട്ടും നമ്മൾക്കറിയാം സുഖഭോഗത്തിൻ്റെ കാരകനായതുകൊണ്ട് ഒരു മനുഷ്യന് തൻ്റെ ജീവിതത്തിൽ ലഭിക്കുന്ന ഏറ്റവും വലിയ സുഖഭോഗം എന്ന് പറയുന്നത് ലൈംഗിക തൃപ്തി ആയതുകൊണ്ട് ലൈംഗിക അവയവങ്ങളൊക്കെ നമ്മൾ പ്രധാനമായിട്ടും ശുക്രനെ കൊണ്ട് ചിന്തിക്കും. അതിൽ പ്രധാനമായിട്ടും പുരുഷനാണെങ്കിൽ ലിംഗവും, സ്ത്രീയാണെങ്കിൽ യോനിയും നമ്മൾ ശുക്രനെ കൊണ്ട് തന്നെയാണ് ചിന്തിക്കാറ്. പക്ഷേ മനുഷ്യനിലൊരു പ്രത്യേകത പല ജീവികളിലും ഉള്ളതാണ്. അവരുടെ വിസർജ്യ വ്യവസ്ഥയും ഈ പറയുന്ന ജനന ഇന്ദ്രിയവുമായിട്ട് വളരെയധികം ബന്ധമുള്ളതുകൊണ്ട് ഈ പറയുന്ന വിസർജ്യ വ്യവസ്ഥയിലെ ചില അവയവങ്ങളെയും നമ്മൾക്ക് അതിനോട് ചേർത്ത് പറയാവുന്നതാണ്. പ്രധാനമായിട്ടും മൂത്രാശയവും അതുമായി ബന്ധപ്പെട്ട കിഡ്നിയും നമ്മൾ ശുക്രനെ കൊണ്ട് ചിലപ്പോൾ ചിന്തിക്കാറുണ്ട് എന്നുള്ളതാണ് മനസ്സിലാക്കേണ്ടത്. തീർച്ചയായിട്ടും സുഖഭോഗങ്ങളുടെ കാരകനായതിനാൽ ജനനേന്ദ്രിയങ്ങൾ പൊതുവായിട്ട് ശുക്രനെ കൊണ്ട് ചിന്തിക്കും. പക്ഷേ ഗർഭാശയവും ഗർഭാപാത്രമൊക്കെ കൂടുതൽ മാതൃത്വവുമായിട്ട് ബന്ധമുള്ളതുകൊണ്ട് ചന്ദ്രനെ കൊണ്ടാണ് കൂടുതൽ ചിന്തിക്കാറ്. എങ്കിലും ചില സന്ദർഭങ്ങളിൽ നമ്മൾ ശുക്രനെ കൊണ്ടും അങ്ങനെയുള്ള അവയവങ്ങൾ ചിന്തിക്കാറുണ്ട്. രണ്ടിനും പ്രാധാന്യം കൊടുക്കണം എന്നാണ് പറഞ്ഞത്. അതുപോലെ ചന്ദ്രൻ ജലകാരകത്വമുള്ള ഗ്രഹമാണ്. ശുക്രൻ്റെ തത്വവും പഞ്ചഭൂതങ്ങളിൽ ജലതത്വം തന്നെയാണ് എന്ന് നമ്മൾക്കറിയാം. അതുകൊണ്ട് ജലതത്വത്തിന് പൊതുവായിട്ട് ശുക്രനും പ്രാധാന്യമുണ്ട്. അല്ലെങ്കിൽ ഹോർമോണുകൾ അങ്ങനെയായി ബന്ധപ്പെട്ട വിഷയങ്ങളിലും ശുക്രനെ പറ്റി നമ്മൾക്ക് ചിന്തിക്കാവുന്നതാണ്. ചില ആചാര്യന്മാർ പുരുഷലിംഗത്തെ ചൊവ്വ കൊണ്ട് ചിന്തിക്കണം എന്നൊക്കെ പറയാറുണ്ട്. അങ്ങനെയും നമ്മൾക്ക് ചിന്തിക്കാവുന്നതാണ്. കാരണം ശുക്രൻ എന്ന് പറയുമ്പോൾ സ്ത്രീത്വം ആയിട്ട് ബന്ധപ്പെട്ടതും ചൊവ്വ എന്ന് പറയുന്നത് പുരുഷനുമായിട്ട് ബന്ധമുള്ളതുകൊണ്ട് തീർച്ചയായിട്ടും കാലപുരുഷൻ്റെ രാശികൾ എടുത്തു കഴിഞ്ഞാൽ നമ്മൾക്കറിയാം ചൊവ്വയുടെ 7ാം രാശിയായിട്ടായിരിക്കും എപ്പോഴും ശുക്രൻ്റെ രാശികൾ വരിക എന്നുള്ളത് കൊണ്ട് തീർച്ചയായിട്ടും അങ്ങനെയും ചിന്തിക്കാവുന്നതാണ്. പുരുഷന്മാർക്ക് ചൊവ്വയെ വെച്ചും സ്ത്രീകൾക്ക് ശുക്രനെ വെച്ചും ചിന്തിക്കാം. ഇത്രയുമാണ് ശുക്രനുമായി ബന്ധപ്പെട്ടത് മെയിൻ ആയിട്ട് ജനനേന്ദ്രിയങ്ങൾ. അതുകൂടാതെ നമ്മൾ വിസർജ്യ വ്യവസ്ഥയായിട്ട് ബന്ധപ്പെട്ട കിഡ്നി, മൂത്രാശയം ഒക്കെ നമ്മൾക്ക് ചിന്തിക്കാം. പിന്നെ സൗന്ദര്യം പൊതുവേ ശുക്രനുമായിട്ടൊരു ബന്ധമുള്ളതുകൊണ്ട് ഒരു മനുഷ്യൻ്റെ സൗന്ദര്യം എന്ന് പറയുന്നത് മുഖത്തിൻ്റെ പ്രകാശവും കണ്ണിൻ്റെ തെളിമയൊക്കെയാണ്. അതായത് പുരുഷനാണെങ്കിൽ ആ വീര്യം എത്രത്തോളം ഉണ്ട് എന്നത് അവൻ്റെ പൗരുഷത്തെ ആശ്രയിച്ചിരിക്കുന്നു. വീര്യത്തെ ആശ്രയിച്ചാണ് അദ്ദേഹത്തിൻ്റെ പൗരുഷവും കാര്യങ്ങളൊക്കെ ഇരിക്കുന്നത്. ആ വീര്യം കൂടുന്നതിനനുസരിച്ചിട്ട് മുഖത്തിൻ്റെ തേജസ് കൂടുന്നതിനാൽ തീർച്ചയായും ചില സന്ദർഭങ്ങളിലൊക്കെ മുഖത്തിൻ്റെ ഭംഗി അല്ലെങ്കിൽ കണ്ണിൻ്റെ തീക്ഷ്ണതയൊക്കെ ശുക്രനെ കൊണ്ട് ചിന്തിക്കാറുണ്ട് എന്നുകൂടി മനസ്സിലാക്കിയിരിക്കുക. എങ്കിലും അവയവ വിഭാഗത്തിൽ നമ്മൾ അത്രയൊന്നും പോകേണ്ട ആവശ്യമില്ല. ഈ പറയുന്ന പോലെ ജനനേന്ദ്രിയവുമായിട്ട് ബന്ധപ്പെട്ട കാര്യങ്ങൾ മാത്രം ആണ് കൂടുതലായിട്ടും ശുക്രനെ കൊണ്ട് ചിന്തിക്കുന്നത്. അതുപോലെ തന്നെ വിസർജ്യ വ്യവസ്ഥയിലെ കിഡ്നി, മൂത്രാശയം തുടങ്ങിയ അവയവങ്ങൾ ജലതത്വവുമായിട്ട് ബന്ധമുള്ളത് കൊണ്ട്. ഇനി നമ്മൾക്ക് ശനിയെക്കുറിച്ച് ചിന്തിക്കാം. ശനി പ്രധാനമായിട്ടും വായുതത്വവുമായിട്ട് ബന്ധമുള്ള ഒരു ഗ്രഹമായതിനാൽ ചലനവുമായിട്ട് വളരെയധികം ബന്ധമുണ്ട്. ഒരു മനുഷ്യൻ്റെ ചലനത്തെ കുറിച്ച് നമ്മൾ ചിന്തിക്കുമ്പോൾ അവൻ്റെ കാലുകളെയാണ് പ്രധാനമായിട്ടും നമ്മൾ മനസ്സിൽ വരിക. കാലിലെ തന്നെ ഏറ്റവും പ്രധാനപ്പെട്ട ഭാഗം എന്ന് പറയുന്നത് മുട്ടാണ്. അതുപോലെ തന്നെ എല്ലാത്തരം ജോയിൻറ്റ്സും, മനുഷ്യ ശരീരത്തിലെ എല്ലാത്തരം ജോയിൻറ്റുകളെയും നമ്മൾ ശനിയെ കൊണ്ട് ചിന്തിക്കും. അതുകൂടാതെ ശനി എന്ന് പറയുന്നത് മാലിന്യവുമായിട്ട് ബന്ധമുണ്ട്. ശരീരത്തിലെ മാലിന്യങ്ങളെ നമ്മൾ അല്ലെങ്കിൽ അതുമായി ബന്ധപ്പെട്ട വ്യവസ്ഥകളെയൊക്കെ നമ്മൾക്ക് ശനിയെ കൊണ്ട് ചിന്തിക്കാം. അതുകൂടാതെ ശരീരത്തിൻ്റെ മാലിന്യങ്ങളായിട്ട് തന്നെയാണ് നഖത്തെയും അതുപോലെ മുടികളെയൊക്കെ പറയുന്നത്. ഇവയൊക്കെ നമ്മൾ ചിന്തിക്കുന്നത് ശനിയെ കൊണ്ട് തന്നെയാണ്. അപ്പോൾ പ്രധാനമായിട്ടും അസ്ഥികളിൽ ജോയിൻറ്റ്സാണ് ഏറ്റവും പ്രധാനം. ജോയിൻറ്റ്സ്, കാൽമുട്ടുകൾ, കാലുകൾ, അതുപോലെ തന്നെ നഖം, മുടി, ഇവയൊക്കെ നമ്മൾ പ്രധാനമായിട്ടും ശനിയെ കൊണ്ട് ചിന്തിക്കും. പല്ലുകളെയും അവയുടെ ഉറപ്പിനെയൊക്കെ നമ്മൾ പ്രധാനമായിട്ടും ശനിയെ കൊണ്ട് ചിന്തിക്കാറുണ്ട്. ചില ആചാര്യന്മാർ അങ്ങനെ പറഞ്ഞ് കാണാറുണ്ട്. അപ്പോൾ ഇത്രയൊക്കെ കാര്യങ്ങളാണ് പ്രധാനമായിട്ടും ശനിയെ കൊണ്ട് ചിന്തിക്കുന്നത്. ഇനി ഒരു പ്രത്യേക കാര്യം ശ്രദ്ധിക്കേണ്ടത്, 7 ഗ്രഹങ്ങളുടേതും നമ്മൾ പറഞ്ഞു കഴിഞ്ഞു. ഇനി രാഹുകേതുക്കൾ അവിടെ ബാക്കിയുണ്ട്. പക്ഷേ രാഹുകേതുക്കൾക്ക് പലപ്പോഴും എല്ലാ ആചാര്യന്മാരും അംഗവിഭാഗങ്ങളെ പറ്റി പറഞ്ഞിട്ടൊന്നും കാണുന്നില്ല. ഇനി ഉണ്ടെങ്കിൽ തന്നെ അതിൽ ഒരുപാട് സംശയങ്ങളും ഒരു ഉറപ്പില്ലായ്മയൊക്കെ കാണാം. അതുകൊണ്ട് നമ്മൾ അവരെക്കുറിച്ച് ചിന്തിക്കാതിരിക്കുന്നതാണ് ഈ സമയത്ത് ഉത്തമമായിട്ട് തോന്നുന്നത്. നമ്മളെ അനുഭവത്തിനനുസരിച്ച് ഉണ്ടെങ്കിൽ അത് അവിടെ ചേർത്ത് കൊടുക്കാവുന്നതാണ് എന്നേ ഉള്ളൂ. അപ്പോൾ 7 ഗ്രഹങ്ങളാണ് ഏറ്റവും പ്രധാനമായിട്ട് നമ്മൾ അംഗവിഭാഗങ്ങൾ പരിശോധിക്കുമ്പോൾ നോക്കേണ്ടത്. അവയെക്കുറിച്ചാണ് നമ്മൾ പറഞ്ഞത്. ഇത് ഭാവിയിൽ ഫലം പറയുമ്പോൾ, രോഗവിഷയങ്ങൾ ഒക്കെ പറയുമ്പോൾ നമുക്ക് പ്രധാനമായിട്ടും വളരെയധികം ഉപകാരപ്പെടുന്ന ഒരു കൺസെപ്റ്റാണ്. നമ്മൾക്ക് അന്നേരം ഈ പറഞ്ഞ കാര്യങ്ങളൊക്കെ ഓർത്തിരിക്കുകയാണെങ്കിൽ വളരെയധികം ഉപകാരപ്പെടും. അപ്പോൾ നിങ്ങൾക്ക് ഏവർക്കും ഈ വീഡിയോ
ഉപകാരപ്പെട്ടിട്ടുണ്ടാകും എന്ന് കരുതുന്നു. കണ്ടു കഴിഞ്ഞെങ്കിൽ തീർച്ചയായിട്ടും ഒരു ലൈക്ക് തരാൻ മറക്കരുത്. അടുത്ത കണ്ടൻറ്റുമായിട്ട് നമ്മൾക്ക് അടുത്ത വീഡിയോയിൽ കാണാം. ഏവർക്കും നന്ദി, നമസ്കാരം.